+2 വിജയിച്ചിട്ടുള്ള എല്ലാ വിദ്യാർത്ഥിനികൾക്കും വിദ്യാഭ്യാസ അവാർഡും LKG മുതൽ +2 വരെ പഠിക്കുന്ന കുട്ടികൾക്കുൾപ്പെടെ പഠനോപകരണ വിതരണവുമാണ് ഇന്നിവിടെ നടക്കുന്നത്. NSS കരയോഗത്തിന്റെ 2ാമത് വാർഷികാഘോഷമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. അതിന് മുന്നോടിയായി എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ അംഗങ്ങളെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ കുട്ടികളെ NSS എന്താണെന്ന് അവരറിയണം. എങ്കിൽ മാത്രമേ നമ്മുടെ തലമുറ കഴിഞ്ഞാലും പുതിയ ഒരു തലമുറ ഇതിനെ പിന്തുടർന്നു കൊണ്ടുപോവുകയുള്ളൂ. നമ്മുടെ കരയോഗം നിങ്ങളോടൊപ്പം വളർന്ന് വലുതായി, അതായത് നമ്മുടെ ചാത്തന്നൂരിലെ ഏറ്റവും വലിയ കരയോഗമായി നമ്മൾ അറിയപ്പെടും. രണ്ടാം വാർഷിക ആഘോഷ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ഇത് നമുക്ക് വാർഷികത്തോടൊപ്പം SLC +2 അവാർഡ് വിഭാഗ നടപടി ആരംഭിക്കുന്ന ആദ്യമായി ഈശ്വര പ്രാർത്ഥന. രാഷ്ട്ര സേവനത്തിൽ രാജ്യത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്ത പട്ടാളക്കാർക്കും അതുപോലെ തന്നെ ജമ്മുകാശ്മീരിൽ നടന്ന അക്രമത്തിൽ മരണപ്പെട്ട സഹോദരങ്ങൾക്കും ഒരു നിമിഷം ആദരാഞ്ജലി അർപ്പിച്ചു. നമ്മുടെ കെട്ടിട നിർമ്മാണവും 2ാം വാർഷികവും ഒരുമിച്ച് നടത്തണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ അത് നമുക്ക് നടത്തിയെടുക്കുവാൻ സാധിച്ചില്ല. സമീപത്ത് തന്നെ നമുക്കത് നടത്തണം. ഈ വാർഷികാഘോഷത്തിന് സ്വാഗതം പറയുന്നതിന് വേണ്ടി നമ്മുടെ ഏറെ പ്രിയപ്പെട്ട കരയോഗത്തിന്റെ എല്ലാമായ സെക്രട്ടറി ശ്രീ K. അനിൽകുമാർ. ശ്രീ മഹാദേവ NSS കരയോഗത്തിന്റെ 2ാമത് വാർഷികമാണ് ഇന്ന് ഈ വേദിയിൽ നടക്കുന്നത്. അധ്യക്ഷൻ പാരിപ്പള്ളി വിനോദ്, നമ്മുടെ എല്ലാ പരിപാടികളിലും ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ചാത്തന്നൂരിന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ ചാത്തന്നൂർ മുരളി സാർ, ഇവയിലെല്ലാം എത്തിച്ചേർന്ന എല്ലാ കരയോഗാംഗങ്ങൾക്കും അവരുടെ കുട്ടികൾക്കും ഒക്കെ ആദ്യമായി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട്, കരയോഗം രൂപീകരിച്ചിട്ട് 2 വർഷമാകും. കഴിഞ്ഞ ആഴ്ച 23 വർഷം കഴിഞ്ഞ ഒരു കരയോഗത്തിന്റെ കെട്ടിട ഉദ്ഘാടനം നടന്നു. 23-24 വർഷമായി. അപ്പൊ നമുക്കിപ്പോ 2 വർഷം കൊണ്ട് ഏറെക്കുറെ നമ്മുടെ കരയോഗ മന്ദിരം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുക. അടുത്ത മാസം തന്നെ നമുക്ക് ഉദ്ഘാടനം ചെയ്യുവാൻ സാധിക്കും. അപ്പൊ നമ്മുടെ NSSന്റെ ചരിത്രത്തിൽ 2 വർഷം അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞ് ഒരു സ്വന്തമായ ഒരു കെട്ടിടം ഉണ്ടാകുന്നത് നമുക്ക് മാത്രമായിരിക്കും. അപ്പൊ അതിൽ ഇവിടെ ഈ അംഗങ്ങളുടെ സഹകരണം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ലൈബ്രറി ആരംഭിക്കണമെന്നുള്ള ആഗ്രഹം നമുക്കാണ്. അപ്പൊ നമുക്ക് അതിനു വേണ്ടിയും കൂടെ എല്ലാവരും പൊതുയോഗത്തിൽ അവതരിപ്പിക്കുകയാണ്. അത് അംഗീകരിച്ച് നമുക്ക് നല്ല രീതിയിൽ, കാരണം എല്ലാം വായിക്കുക, വളരുക എന്നുള്ളതാണ് വളരെ പ്രധാനം. ഇപ്പം മൊബൈലോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിലും പുസ്തക വായനയിലൂടെ കിട്ടുന്ന അറിവ്, അതിലൂടെ കിട്ടുന്ന ഒരു സന്തോഷം, ആത്മാർത്ഥത ഒന്നും ഏത് മൊബൈൽ ഉപയോഗിച്ചാലും കിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ ഇത്രയും വളരെ പെട്ടെന്നാണ് ഞാൻ പറഞ്ഞു തീർത്തിട്ടുള്ളത്. എല്ലാവരും മനസ്സിലുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല. നമ്മുടെ ഏത് പരിപാടിക്ക് വിളിച്ചാലും സമയം കണ്ടെത്തി ഇവിടെ എത്തുന്ന ഒരാളാണ് നമ്മുടെ താലൂക്കിന്റെ പ്രസിഡന്റ് ശ്രീ ചാത്തന്നൂർ മുരളി അവർ. അദ്ദേഹത്തിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമസ്കാരം. ഇല്ലണ്ടോ? വീഡിയോ എടുക്കാം. ഈ കരയോഗത്തിലെ സമുദായ അംഗങ്ങളെ, വനിതാ സമാജത്തിൻ്റെയും സ്വയം സഹായ സംഘത്തിൻ്റെയും പ്രവർത്തകരെ, ഉന്നത വിജയം കരസ്ഥമാക്കി എൻഡോമെന്റുകളും സ്കോളർഷിപ്പുകളും വാങ്ങാൻ എത്തിച്ചേർന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട
കുട്ടികളെ, പ്രിയമുള്ളവരെ, സുഹൃത്തുക്കളെ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എനിക്ക് തോന്നുന്നു നായർ സർവീസ് സൊസൈറ്റിയുടെ കീഴിൽ കേരളത്തിൽ ഏതാണ്ട് 6000-ൽ പരം കരയോഗങ്ങളാണ് ഇന്ന് പ്രവർത്തിക്കുന്നത്. ഒരു കരയോഗം രൂപീകരിച്ച് 2 വർഷങ്ങൾക്കകം സ്വന്തമായി ഒരു ആസ്ഥാനം ഉണ്ടാക്കുന്ന കേരളത്തിലെ ഏക കരയോഗം ഈ കരയോഗം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ആർക്കും വേണ്ട. വളരെയേറെ സന്തോഷമുണ്ട്. ഞാൻ പ്രത്യേകിച്ച് ഈ പ്രദേശത്തെ സമുദായ അംഗങ്ങളെ താലൂക്ക് യൂണിയന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ്. വരുന്ന തലമുറയിലെ കുട്ടികൾ, ആ കുട്ടികൾ അന്നത്തെ ആചാര്യൻ ആരാണ് എന്നറിഞ്ഞിരിക്കണം. എന്താണ് നായർ സർവീസ് സൊസൈറ്റി, NSS എന്ന് പറയുമ്പോൾ അതെന്താണ് എന്ന് നമ്മുടെ കുട്ടികൾ അറിഞ്ഞിരിക്കണം. ഒരു കുട്ടി അച്ഛനമ്മമാരെ എങ്ങനെ ബഹുമാനിക്കണം, ഗുരുക്കന്മാരെ എങ്ങനെ ബഹുമാനിക്കണം, പൊതുസമൂഹത്തിൽ എങ്ങനെ പെരുമാറണം, ഈ വക കാര്യങ്ങളൊക്കെ ഈ ആധ്യാത്മിക പഠന ക്ലാസ്സിൽ പോകുന്ന കുട്ടികൾ ഉണ്ടാകും. അവർ നേർവഴിക്ക് പോകും. നമ്മുടെ ജനാധിപത്യം, നമ്മുടെ മതേതരത്വം, നമ്മുടെ സോഷ്യലിസം, നമ്മുടെ ഈശ്വരവിശ്വാസം, സാമൂഹ്യ നീതി ഇവയെല്ലാം നിലനിർത്തിക്കൊണ്ട് ഈ സമുദായം മുന്നോട്ട് പോകുമെന്ന് 13 പേരെ സാക്ഷിയാക്കി, ആചാര്യന്റെ അമ്മയെ സാക്ഷിയാക്കി പ്രതിജ്ഞയെടുത്ത് ഒരു കമ്മിറ്റി രൂപീകരിച്ചു. മലബാറിൽ നിന്നും എത്തിച്ചേർന്ന കേരള ബെഞ്ചി പ്രസിഡന്റും മന്നത്ത് പത്മനാഭപിള്ള സെക്രട്ടറിയുമായിട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചു, താൽക്കാലിക കമ്മിറ്റി. എന്നിട്ട് ആ സംഘടനയ്ക്ക് ഒരു പേര് നൽകി. എന്തായിരുന്നു പേര്? നായർ ഭൃത്യജന സംഘം എന്നായിരുന്നു ആദ്യത്തെ നമ്മുടെ സമുദായത്തിന്റെ പേര്. താലൂക്കിനു വേണ്ടി ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു. അഡ്മിഷന്റെ കാലഘട്ടമാണ്. ഇന്ന് ഉദ്ഘാടനം ചെയ്യണമെന്നായിരുന്നു ശ്രീ വിനോദ് എന്നോട് പറഞ്ഞത്. പക്ഷേ അല്പപണിയും കൂടെ പൂർത്തീകരിക്കാനുണ്ട്. താമസിക്കാതെ തന്നെ നമ്മുടെ NSSന്റെ ഡയറക്ടർ ബോർഡ് മെമ്പറും ബഹുമാന്യനായ കേരള ഗതാഗത വകുപ്പ് മന്ത്രിയുമായ ശ്രീ ഗണേഷ് കുമാറിനെ കിട്ടുമെങ്കിൽ അദ്ദേഹത്തെ കൊണ്ടുവന്ന് നമുക്ക് ഇതിന്റെ ഉദ്ഘാടനം വളരെ ഗംഭീരമായ രീതിയിൽ നടത്താം. അതിന് വിനോദ് സൂചിപ്പിച്ചതുപോലെ ഇനിയും സഹായിക്കുവാൻ മനസ്സുള്ളവര്, ഇത് നമ്മുടെ കുടുംബമാണ് എന്ന് കരുതി, നമ്മുടെ സമുദായമാണ്, നമ്മുടെ പ്രസ്ഥാനമാണ് എന്ന് കരുതി നിങ്ങൾ സഹായിക്കണം. വസ്തു നൽകിയ അമ്മയും ആ കുടുംബത്തെയും ഞാൻ പല ആവർത്തി അവരെ അനുമോദിച്ചിട്ടുണ്ട്. അവരത്രയും ചെയ്തു. അതുകൊണ്ട് സഹായിക്കുവാൻ താല്പര്യമുള്ള മുഴുവൻ ആൾക്കാരും ഒന്നുകൂടി സഹായിച്ച് നമ്മുടെ പണി പൂർത്തീകരിക്കുവാൻ നിങ്ങൾ എല്ലാവരും സഹകരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചാത്തന്നൂർ NSS താലൂക്ക് യൂണിയന്റെ എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും എപ്പോഴും ഉണ്ടായിരിക്കും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഈ വാർഷിക സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ പരിപാടികൾ അവസാനിപ്പിക്കുന്നതാണ്. നമ്മുടെ ചാത്തന്നൂർ താലൂക്ക് യൂണിയന്റെ ഇൻസ്പെക്ടർ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പ്രകാശ് സംസാരിക്കുക. അദ്ദേഹത്തെ ആദരപൂർവ്വം. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, എങ്കിൽ തന്നെ 1-2 വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. നേരത്തെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ ഞാനിപ്പോൾ ഇവിടെ 5ാമത്തെ താലൂക്ക് യൂണിയനിലാണ് ഇപ്പോൾ വന്നേക്കുന്നത്. ചാത്തന്നൂർ 5 താലൂക്ക് യൂണിയനിലും പല കരയോഗങ്ങളും പുതിയതായി രൂപീകരിച്ചു. എങ്കിൽ തന്നെയും പുതിയതായിട്ട് ഒരുപാട് കരയോഗ മന്ദിരം ഉണ്ടാക്കിയ കരയോഗങ്ങളുണ്ട്. എങ്കിൽ തന്നെയും ഇവിടെ ഇങ്ങനെ 2 വർഷം കൊണ്ട് ഒരു കരയോഗ മന്ദിരം രൂപീകരിച്ച കരയോഗം ഇത് തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും അങ്ങനെയുള്ള പ്രവർത്തനം, കരയോഗ മന്ദിരം ആകട്ടെ, അതുപോലെ തന്നെ ഓരോ പ്രവർത്തനവും ഞാനിവിടെ വന്നിട്ട് 2ാമത്തെ പരിപാടിക്ക് ഇപ്പോൾ ഇവിടെ എത്തുന്നു. ഇവിടെ NSS എന്ത് പറയുന്നു, അല്ലെങ്കിൽ NSSന്റെ ബൈലോയിൽ എന്ത് പറയുന്നു അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കരയോഗമാണ് ഈ കിഴക്കേനട കിഴക്ക് കരയോഗം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് ഈ സദസ്സ് കണ്ടപ്പോൾ അല്ലെങ്കിലും എനിക്ക് സന്തോഷമാണ്. കാര്യം ഈ എൻ്റെ മേഖലയിലുള്ള ഈ കരയോഗങ്ങളിൽ വെച്ച് കിഴക്കനാലെ കിഴക്ക് കരയോഗം എന്ന് പറയുമ്പോൾ ഒത്തുകൂടാൻ മനസ്സുള്ള കുറച്ച് ആൾക്കാരാണ്. അതെനിക്ക് വളരെ സന്തോഷം തരുന്നുണ്ട്. പക്ഷെ മുമ്പോട്ടും നമ്മൾ ഈ സഹകരണം നമുക്കുണ്ടാവണം. പിന്നെ എനിക്ക് ചുരുക്കം കുറച്ച് വാക്കുകൾ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇനിയിപ്പോൾ ഈ സ്കൂള് തുറക്കുകയാണ്. നമ്മളോ
ഇങ്ങനായി. പണ്ട് അമ്മമാർ പറഞ്ഞിരിക്കും നമ്മളോ ഇങ്ങനായി. അപ്പൊ ഇനി വരുന്ന തലമുറയെങ്കിലും നമ്മൾ നേർവഴിക്ക് എത്തിക്കണമെങ്കിൽ സ്കൂൾ തുറക്കാൻ പോകുന്നു, നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് അമ്മമാർക്ക് കുറച്ച് പുസ്തകം മേടിച്ചു കൊടുത്തു, തുണി മേടിച്ചു കൊടുത്തു, ബാഗ് മേടിച്ചു കൊടുത്തു അല്ല. ഗുരുത്വം എന്ന 3 അക്ഷരം, ഈ ഗുരുത്വം എന്ന് പറയുന്നത് കൊച്ചുങ്ങളെ പഠിപ്പിക്കണം. ഈ കരയോഗത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സന്തോഷം. ഈ കരയോഗത്തിന്റെ തുടക്കം മുതൽ എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുന്ന ഒരാളാണ് ഞാൻ. ഈ കഴിഞ്ഞ ആഴ്ച ഇവിടെ സ്വയം സഹായ സംഘങ്ങളുടെ വാർഷികം നടന്നു. 4 സ്വയം സഹായ സംഘങ്ങളെ ഇവിടെ ഉള്ളെങ്കിലും അതിഗംഭീരമായിട്ടാണ് ഇവിടെ വാർഷികം സംഘടിപ്പിച്ചതിൽ. അവർ കണക്കുകളും റിപ്പോർട്ടുകളും ഒക്കെ നല്ല രീതിയിലാണ് അവതരിപ്പിച്ചത്. സന്തോഷം. ഇനിയും കുറച്ചുകൂടി 1-2 ഗ്രൂപ്പുകൾ കൂടി അടുത്ത വാർഷികത്തിന് മുമ്പ് കൂടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അവാർഡ് ദാനം ആരംഭിക്കുന്നു. അതിനുമുന്നേ 1-2 കാര്യങ്ങൾ പറഞ്ഞോട്ടെ. കുട്ടികൾ ആഴ്ചയിൽ 1 മണിക്കൂർ മാറ്റിവെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചയും വളരെ വിജയകരമായി ജീവിതം മുന്നോട്ട് പോകാൻ സാധിക്കും. അത്രയും പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരാണ് ക്ലാസ് എടുക്കുന്നത്. ആധ്യാത്മിക ക്ലാസ്സുകളിൽ ഇവിടെ നിന്നല്ല, കേരളത്തിൽ എവിടെയായാലും കരയോഗങ്ങൾ നടക്കുന്ന ആധ്യാത്മിക ക്ലാസ്സുകളിൽ പങ്കെടുത്ത ഒരു കുട്ടി പോലും ലഹരിക്ക് അടിമയാവുകയോ അല്ലെങ്കിൽ പരീക്ഷയിൽ പരാജയപ്പെടുകയോ സ്കൂൾ ബാഗ് പഠനോപകരണമാണ്. ബുക്സ്, പേന, പെൻസില്, ഇങ്ങോട്ട് തിരിഞ്ഞു മതി കേട്ടോ. സ്കൂൾ ബാഗ്